നമസ്കാരം. മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയാൽ ജീവിതം തന്നെ മാറിമറിയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മൈൻഡ്സെറ്റ് ട്രെയിനിങ്ങിന്റെ കരുത്ത് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ കുറച്ചുപേരുടെ വാക്കുകൾ നമുക്കിന്ന് കേൾക്കാം. മാറ്റം ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. ഞാൻ എന്താണ് ട്രെയിനിങ്ങിലോട്ട് ജോയിൻ ചെയ്തത്, ആ കാര്യം എനിക്കിപ്പോൾ തന്നെ സക്സസ് ആയി. ഞാൻ നേടി ആ കാര്യം. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വാക്കുകളിലൊന്നും അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സന്തോഷമുണ്ട്. അത്രയും നന്ദിയും കടപ്പാടുണ്ട് എന്നോട്. അതുകൊണ്ട് തന്നെ ഫീഡ്ബാക്ക് പറയാണ്ടിരിക്കാനും പറ്റില്ല. മെയിനായിട്ട് നമുക്കുള്ള ജീവിത പ്രശ്നങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് മറ്റുള്ളവരാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാനെങ്ങനെ ഇവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ മാറാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് കരുതിയിട്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് വിജയം ഉണ്ടാവില്ല. നമ്മൾ എന്തെല്ലാം ചെയ്താലും ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു സന്തോഷം സമാധാനമൊക്കെ കിട്ടും. പക്ഷേ പിന്നെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമെങ്കിലും എവിടെയോ നമുക്ക് മടുപ്പ് വരും. ഇതൊന്നും ഞാൻ ചെയ്തിട്ട് കാര്യമില്ല, ഇതൊന്നും എത്ര പറഞ്ഞിട്ട് മനസ്സിലാക്കും, ഇവരൊന്നും ഒരിക്കലും നന്നാവില്ല, ഇവർ നന്നാവാതെ എൻ്റെ പ്രശ്നം ശരിയാവില്ല, ഇവരാണ് ആദ്യം നന്നാവേണ്ടത്, ഞാനല്ല, ഞാൻ നല്ലതായിട്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ട്. പിന്നെയും എനിക്ക് പ്രശ്നങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും ഒരു വർഷം അതിനായിട്ട് പരിശ്രമിച്ചിട്ടും എനിക്ക് ആ കാര്യത്തിൽ സങ്കടങ്ങളല്ലാണ്ട് സന്തോഷമൊന്നും കിട്ടണില്ല. എനിക്ക് ആ സന്തോഷം നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഇനി എൻ്റെ ഭാഗത്തായിരിക്കുമോ തെറ്റ്, ഞാനിനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അറിയാണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടാവോ. ഇപ്പം നമ്മുടെ ഉള്ളിൽ എന്താണ് ഏതാണെന്ന് നമുക്കറിയില്ല. നമ്മുടെ ഈ പ്രവൃത്തികളിലോട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴായിരിക്കും ഇതിങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ, എന്താ ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം, ഇത് ഞാൻ ബോധപൂർവം ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ. ഇപ്പം ദേഷ്യത്തിൻ്റെ കാര്യം തന്നെ എടുത്താലും നമ്മൾ വിചാരിക്കും ദേഷ്യപ്പെടരുത്, ദേഷ്യം കൺട്രോൾ ചെയ്യണം, ദേഷ്യം നല്ലതല്ല, ദേഷ്യപ്പെടുന്നതോടുകൂടി ആരോടാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത് അവരായിട്ട് നമുക്കൊരു അകൽച്ച ഉണ്ടാവും. അതുകൊണ്ട് ദേഷ്യം വേണ്ട എന്നൊക്കെ നമ്മൾ എത്ര ചിന്തിച്ചാലും സാഹചര്യം വരുമ്പോൾ, സന്ദർഭം വരുമ്പോൾ നമ്മൾ ആ ദേഷ്യം അവിടെ നമ്മൾ പുറത്തെടുക്കും, പിന്നെ എന്നിട്ട് ഖേദിക്കും. പക്ഷേ ഈ ദേഷ്യം വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ ഞാൻ മോട്ടിവേഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തന്നെ മനസ്സിലായൊരു കാര്യമാണ്, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പ്രവർത്തനമാണ് നമുക്കൊരു സംഭവം ഉണ്ടാവും, ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, സന്ദർഭം ഉണ്ടാകും, നമ്മളിൽ നിന്നൊരു പ്രവൃത്തി വരുന്നത്. അതിനെ ബോധപൂർവ്വം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ അതിന് ട്രെയിനിങ് വേണം. ഒരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റൂ. ഈ സ്വഭാവങ്ങൾ മാറുമ്പോഴേ നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ നല്ലൊരു ഊഷ്മളത, ഒരു സന്തോഷവും സമാധാനം ഉണ്ടാവുള്ളൂ. നമ്മൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ നല്ല രീതിയിൽ നല്ലൊരു സ്വഭാവം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കണം. ബന്ധത്തെ നിലനിർത്തണമെങ്കിൽ നല്ല രീതിയിലുള്ള ആശയവിനിമയങ്ങൾ ഉണ്ടാവണം. ഈ ആശയവിനിമയം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് സംസാരമാണ്. സംസാരത്തെക്കാട്ടിൽ കൂടുതലാണ് ട്യൂണിങ്, നമ്മൾ സംസാരിക്കുന്ന ഒരു രീതി, ഒരു ട്യൂണിങ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജും. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ പ്രവൃത്തികളാണ് കൂടുതലും ആശയവിനിമയത്തിൽ വരുന്നത്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് അവർ മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതവരുടെ ഹൃദയത്തിലിരിക്കും. നമ്മൾ നല്ലത് മാത്രമേ പറയുന്നുള്ളൂ എങ്കിലും നമ്മുടെ പ്രവൃത്തിയിൽ ആ നന്മയില്ല എന്നുണ്ടെങ്കിൽ അവിടെ അത് ഒരിക്കലും ഒരു ഗുണം ചെയ്യൂല. ഈ പ്രവൃത്തികൾ നമുക്ക് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സാദ്യം ക്ലിയർ ആയിരിക്കണം. മനസ്സിൽ പല കാര്യങ്ങളും കിടക്കാണ്, നമ്മൾ ചിന്തിക്കുകയാണ് നമുക്ക് നന്നാവണം, അതായത് നമ്മൾ നല്ലതായിട്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കാൻ പറ്റണം. ഒരിക്കലും സാധിക്കില്ല. കാര്യം ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചുള്ള പ്രവൃത്തി നമ്മുടെ ശരീരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബുദ്ധി എന്ത് പറയുന്നു അതനുസരിച്ചാണ് നമ്മുടെ ശരീരം അനുസരിച്ചത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സുകൊണ്ടൊരു കാര്യം ചിന്തിച്ചാൽ നമ്മുടെ പ്രവൃത്തിയിൽ അത് വരണമെന്നില്ല. ഇത് വരണമെങ്കിൽ അതിനായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കണം. അതിനായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരും സൈക്കോളജി പഠിക്കുന്നുണ്ട്, NLP ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, കൗൺസിലിംഗ് പഠിക്കുന്നുണ്ട്. ഞാനും കൗൺസിലിംഗ് ഇപ്പം ട്രെയിനിങ് ഒക്കെ ഞാനും പഠിച്ചതാണ്. ഞാൻ കൗൺസിലിംഗ് ചെയ്ത ഒരാളാണ്. എന്തെല്ലാം തെറാപ്പികൾ അവർ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തെറാപ്പികളും മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ എന്നിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് ധൃതി കാണിച്ചിട്ടുണ്ട് എല്ലാത്തിലും. പക്ഷേ എങ്കിലും എന്ത് പ്രവൃത്തി ചെയ്താൽ അതിനൊരു ഫലം ഉണ്ടാവും. ആ ഫലം എനിക്ക് കിട്ടുന്നില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ അത് ആസ്വദിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ മതത്തിൻ്റെ ആ ഒരു അർത്ഥം തന്നെ പറയുന്ന ഇസ്ലാം, സമാധാനത്തിൻ്റെ മതം. ആ ഒരു സമാധാനപരമായിട്ട് ഒരു മുസ്ലിമായി എനിക്ക് ജീവിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് ആൻസർ കിട്ടിയത് മാമിൽ നിന്നാണ്. ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. അത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നല്ല രീതി ജീവിക്കണം. അതെങ്ങനെ ജീവിക്കേണ്ടതെന്ന് നമ്മളൊരാളിൽ നിന്ന് പഠിച്ചെടുത്തേ പറ്റൂ. എനിക്ക് ശരിക്കും മാമിനോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ ഒരു പഠനമാണ് വേണ്ടത്. അങ്ങനെ ഞാൻ ശരിക്കും ഒരു ആത്മീയ ഗുരു ഉള്ള ഒരാളാണ് ഞാൻ വിചാരിച്ചു എൻ്റെ ആത്മീയ ഗുരുവിൻ്റെ ഒപ്പം ഞാൻ ഒരു സഹവാസം എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ആത്മീയ ഗുരുവിൻ്റെ ഒരു തർബീയത്ത് കാര്യങ്ങളും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളുടെ ഹൃദയത്തെ ശുദ്ധിയാക്കുന്നതിലൂടെ നമ്മുടെ ഈ സ്വഭാവങ്ങൾ മാറും. അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നൊരു ടൈമിലാണ് എനിക്ക് മാമിൻ്റെ ഒരു മെസ്സേജ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ മാം എഴുതിയിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകളുടെ മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ പ്രത്യേകമായിട്ട് സ്ത്രീകൾക്ക് എന്തോ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ട്രെയിനിങ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രത്യേകം സ്ത്രീകൾക്കായിട്ടുള്ള ട്രെയിനിങ് അല്ലേ. അപ്പം നമുക്ക് തന്നെ അറിയാം സ്ത്രീകളുടെ നെട്ടല് വളഞ്ഞ വാരിയല്ല നിവർത്താൻ പറ്റില്ല. സ്വയം നിവർന്നാലേ അതുകൊണ്ട് ശരിയാവുള്ളൂ. മറ്റൊരാൾക്ക് നിവർത്താൻ പറ്റില്ല.
അപ്പം ആ ഒരു സ്വഭാവത്തിൽ അതുണ്ടാവും എന്നത് നമുക്ക് അത് ഉറപ്പാണ്. അപ്പോൾ വിചാരിച്ചു അപ്പോൾ നമുക്ക് സ്വയം നിവരാനുള്ള ഒരു പദ്ധതി അതിലുണ്ടാവും. ആ ഒരു കാര്യം ഉദ്ദേശിച്ച് ഞാൻ മാമിനെ വോയിസ് ഇട്ടു, എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. ഇത് തൻ്റെ പ്രശ്നമാണ്, തൻ്റെ ചിന്താഗതികളും തൻ്റെ കാഴ്ചപ്പാടും കൊണ്ട് ഉണ്ടായ ഒരു പ്രശ്നമാണിത്. ഇപ്പം ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കുറച്ച് നാൾക്ക് മുന്നേ ഈ കാര്യത്തെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ഉണ്ടായ ഒരു ഫലമാണ് ഇപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ അതിൽ സ്റ്റാർട്ട് ചെയ്തു. അൽഹംദുലില്ലാ.